ഇന്ത്യ പാക് പ്രശ്ന പരിഹാരത്തിന് മധ്യസ്ഥത വഹിച്ചെന്ന അവകാശവാദം തുടർന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ ഭരണകൂടമാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രശ്നങ്ങൾ അവസാനിപ്പിച്ചതെന്നും ഇനി ഇരു രാജ്യങ്ങളിലെ നേതാക്കൾക്കും ഒരുമിച്ച് അത്താഴം കഴിക്കാമെന്നും ട്രംപ് പറഞ്ഞു. റിയാദിൽ നടന്ന ഇൻവെസ്റ്റ്മെന്റ് ഫോറത്തിൽ സംസാരിക്കുകയായിരുന്നു ട്രംപ്. ദിവസങ്ങൾക്ക് മുൻപ് എന്റെ ഭരണകൂടം പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള പ്രശ്ന പരിഹാരത്തിന് ഇടപെട്ടു. വ്യാപാര വിഷയം ഉയർത്തി ഇരു രാജ്യങ്ങളെയും സമ്മർദ്ദത്തിലാക്കാൻ എനിക്കും സാധിച്ചു. വ്യാപാരത്തിന് തയ്യാറാണ് ഇത് അവസാനിപ്പിച്ചാൽ എന്ന് ഞാൻ പറഞ്ഞു. ആണവ യുദ്ധമല്ല, വ്യാപാരം നടത്താം. ഇരു രാജ്യങ്ങൾക്കും ശക്തരായ നേതാക്കളുണ്ട്, നല്ല നേതാക്കളുണ്ട്, സമർത്ഥർ. അങ്ങനെ എല്ലാം അവസാനിച്ചു. എന്തായാലും ഇതേ നിലയിൽ തന്നെ തുടരുമെന്ന് പ്രതീക്ഷിക്കുന്നു. പാക് ഇന്ത്യ തർക്കത്തിൽ ഇടപെട്ട സ്റ്റേറ്റ് സെക്രട്ടറിയും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവുമായ മാർക്കോ റൂബിയോയെയും അദ്ദേഹം അഭിനന്ദിച്ചു. എത്ര മനോഹരമായ പ്രവൃത്തിയാണ് മാർക്കോ താങ്കൾ ചെയ്തത്. നന്ദി. വൈസ് പ്രസിഡന്റ് JD വാൻസ്. എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചു. മാർക്കോ, നമുക്ക് അവരെ കുറച്ചുകൂടി ഒരുമിപ്പിക്കാൻ കഴിയുമായിരുന്നു. അതായത് ഇരു രാജ്യത്തെയും നേതാക്കൾ ഒരുമിച്ച് അത്താഴം കഴിക്കുന്നത് വരെ. അത് നല്ലതല്ലേ? പക്ഷേ നമ്മൾ ഒരുപാട് ദൂരം പിന്നിട്ടിരിക്കുന്നു. അതായത് ദശലക്ഷക്കണക്കിന് ആളുകൾ ആ സംഘർഷത്തിൽ മരിക്കുമായിരുന്നിടത്ത് നിന്ന് എന്നായിരുന്നു ട്രംപിന്റെ വാദം. വെടിനിർത്തലിന് US ഇടപെട്ടുവെന്ന വാദത്തെ ഇന്ത്യ ആവർത്തിച്ച് തള്ളുന്നതിനിടെയാണ് ട്രംപിന്റെ ഈ പരാമർശം. കഴിഞ്ഞ ദിവസവും കാശ്മീർ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ നിലപാട് വ്യക്തമാക്കിയിരുന്നു. കാശ്മീർ വിഷയം പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ പരിഹരിക്കേണ്ട ഉഭയകക്ഷി വിഷയം മാത്രമാണെന്നായിരുന്നു വിദേശകാര്യ മന്ത്രാലയം വക്താവ് രൺദീപ് ജയ്സ്വാൾ പറഞ്ഞത്. US-ഉമായി ഇന്ത്യ ചർച്ച നടത്തിയത് പാക് അധീന കശ്മീരിനെ കുറിച്ച് മാത്രമായിരുന്നുവെന്നും ഇന്ത്യ US വ്യാപാരം സംഭാഷണത്തിൽ ഉൾപ്പെട്ടിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. ജമ്മു കാശ്മീരുമായി ബന്ധപ്പെട്ട ഏതൊരു വിഷയവും ഇന്ത്യയും പാകിസ്ഥാനും ഉഭയകക്ഷി ചർച്ചയിലൂടെ പരിഹരിക്കണമെന്നതാണ് ഇന്ത്യയുടെ വളരെ കാലമായുള്ള നിലപാട്. പാകിസ്ഥാൻ നിയമവിരുദ്ധമായി കൈവശപ്പെടുത്തിയിരിക്കുന്ന പാക് അധീന കശ്മീർ അവർ വിട്ടുപോകണമെന്നതാണ് പ്രധാന വിഷയമെന്നും ജയ്സ്വാൾ ചൂണ്ടിക്കാട്ടി. മെയ് 10 ഉച്ചയ്ക്ക് 3:35 ആരംഭിച്ച ഇന്ത്യ പാകിസ്ഥാൻ DGMOകൾ തമ്മിലുള്ള ഫോൺ സംഭാഷണത്തിലാണ് വെടിനിർത്തലിന്റെ തീയതി, സമയം എന്നിവ തീരുമാനിച്ചത്. മെയ് 10 രാവിലെ ഇന്ത്യ പാകിസ്ഥാൻ എയർഫോഴ്സ് ബേസുകളിൽ വളരെ ഫലപ്രദമായ ആക്രമണം നടത്തിയതിനു ശേഷമാണ് വെടിനിർത്തൽ ചർച്ചകൾ നടന്നത്. വ്യാപാര വിഷയം ഒരിക്കലും ചർച്ചയിൽ വന്നില്ല എന്നും രൺദീപ് ജയ്സ്വാൾ പറഞ്ഞിരുന്നു. കഴിഞ്ഞ 2 വർഷത്തോളമായി ലഷ്കർ-ഇ-തൊയ്ബയുടെ ഉപസംഘടനയായ ദി റെസിസ്റ്റൻസ് ഫ്രണ്ടിനെ ഒരു തീവ്രവാദ സംഘടനയായി പ്രഖ്യാപിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചുള്ള വിവരങ്ങൾ നമ്മൾ ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൗൺസിലുമായും ഉപരോധ സമിതിയുടെ നിരീക്ഷണ സംഘവുമായും പങ്കുവയ്ക്കുന്നു. കഴിഞ്ഞ 2 വർഷത്തോളമായി ലഷ്കർ-ഇ-തൊയ്ബയുടെ ഉപസംഘടനയായ ദി റെസിസ്റ്റൻസ് ഫ്രണ്ടിനെ ഒരു തീവ്രവാദ സംഘടനയായി പ്രഖ്യാപിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചുള്ള വിവരങ്ങൾ നമ്മൾ ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൗൺസിലുമായും ഉപരോധ സമിതിയുടെ നിരീക്ഷണ സംഘവുമായും പങ്കുവയ്ക്കുന്നു. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഇതു സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ഞങ്ങൾ പങ്കിടുമെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു.